ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ്. 1889 നവംബർ 14, അലഹബാദ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം ഏതാണ്? അലഹബാദ്, ഉത്തർപ്രദേശ്. അലഹബാദിന്റെ പുതിയ പേരെന്ത്? പ്രയാഗ് രാജ്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്ത്? ചാച്ചാജി. ലോക ശിശുദിനം എന്ന്? നവംബർ 20. നെഹ്റുവിന്റെ പിതാവിന്റെ പേര്? മോത്തിലാൽ നെഹ്റു. നെഹ്റുവിന്റെ മാതാവിന്റെ പേര്? സ്വരൂപ് റാണി. മോത്തിലാൽ നെഹ്റുവിന്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത്? ആനന്ദ ഭവനം. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടം 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം? 1947 ഓഗസ്റ്റ് 15. ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? 17 വർഷം. തപാൽ സ്റ്റാമ്പിൽ നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? 1912 ബന്ദിപൂർ സമ്മേളനം. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. നെഹ്റു വിദ്യാഭ്യാസവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? 16-ാമത്തെ വയസ്സിൽ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയതാര്? ജവഹർലാൽ നെഹ്റു. ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്ത്? അമൂല്യമായ രത്നം. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? മണിപ്പൂർ. നെഹ്റു ട്രോഫി വള്ളം കളിയുടെ പഴയ പേര് എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പഞ്ചായത്തി രാജ് എന്ന വാക്കിന്റെ ശില്പി? ജവഹർലാൽ നെഹ്റു. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ലാഹോർ സമ്മേളനം, 1929. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം? 1955. നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച്? ലണ്ടൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? കമല നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അലഹബാദ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1964. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ഇൻഡിപെൻഡന്റ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമടക്കായൽ. പഞ്ചായത്തി രാജ് എന്ന വാക്കിന്റെ ശില്പി? ജവഹർലാൽ നെഹ്റു. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ഏത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? ചൗ ഇൻ ലായ്. നെഹ്റുവിന്റെ വിവാഹം നടന്ന വർഷം? 1916 ൽ.
നെഹ്റുവിന്റെ പത്നിയുടെ പേര് കമല കൗൾ. എന്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാര്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വർഷം? 1955 ജൂലൈ 15. 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം ശാന്തി വനം. ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേര് ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം? 1951. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത? മദർ തെരേസ.